ഹായ് സുഹൃത്തുക്കളെ, നമുക്കിന്നൊരു നാടൻ ബിരിയാണി തയ്യാറാക്കിയാലോ? നാടൻ ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ ബിരിയാണിയുടെ തനതായ രുചി ഉണ്ടാവില്ല എന്നൊന്നും ധരിക്കണ്ട. വീട്ടിൽ അധികം ചേരുവകളൊന്നും ഇല്ലാതെ നമുക്ക് സൂപ്പറായിട്ടൊരു ബിരിയാണി ഉണ്ടാക്കാം. ആദ്യം ഒരു കുക്കറോ അല്ലെങ്കിൽ കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. നമുക്ക് ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. ഒരു 3/4 കിലോ ചിക്കൻ വേവിക്കാനുള്ള മസാലയാണ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതാണ് ആദ്യം വേണ്ടത്. അതിലേക്ക് നമ്മൾ ചിക്കൻ ഇടണം. അതിന് മുമ്പ് കുറച്ചൊരു ബിരിയാണിയുടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു കൂട്ടുണ്ട്. അതിൽ തക്കോലം, ഏലക്ക, കറുവപ്പട്ട, പെരുംജീരകം, ഇതൊക്കെ ചേർത്തിട്ടുള്ളൊരു മസാല കൂട്ടാണ്. അതിൽ നിന്ന് 1 ടീസ്പൂൺ ഇടുക. എന്നിട്ടൊരു 3/4 കിലോ വരുന്ന ചിക്കൻ മിക്സ് ചെയ്ത് വയ്ക്കുക. നമ്മളത് കുറച്ച് നേരം അങ്ങനെ ഒരു 10 മിനിറ്റ് നേരം ഇത് മസാല പുരട്ടി വയ്ക്കണം. എന്നാലാണ്, കുറച്ച് വലിയ പീസുകളാണ്, അതുകൊണ്ട് അപ്പോൾ അതിലേക്ക് മസാല പിടിക്കണമെങ്കിൽ ഒരു 10 മിനിറ്റ് നേരം കുക്കറിൽ അടച്ച് വെറുതെ വയ്ക്കുക. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചിക്കനിൽ ഒരു അല്പം പോലും വെള്ളം ചേർക്കാൻ ശ്രമിക്കരുത്. ചിക്കനിൽ ധാരാളം വെള്ളം ഉണ്ടാകും. അത് ഒരു ഒറ്റ വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ആ വേവുന്ന നേരം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇഞ്ചി, ഒരു തള്ളവിരലിൻ്റെ വലുപ്പത്തിൽ വരുന്ന ഇഞ്ചി, ഒരു 5-10 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 3-4 പച്ചമുളക്, ഇതൊക്കെ കൂടി ഒന്ന് മിക്സിയിലടിക്കുക. ആദ്യം ഇഞ്ചി ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം കേട്ടോ ബാക്കി 2 ഐറ്റം ഇടാനായിട്ട്. വളരെ നേരിയതായിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. പിന്നെ അതിൻ്റെ കൂടെ ഒരു 2 സവാള, 2 തക്കാളി, ഇതൊക്കെ സ്ലൈസ് ചെയ്ത് വെക്കുക. നമുക്ക് ആ നേരം കൊണ്ട്, ചിക്കൻ വേവുന്ന നേരം കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഒരു തക്കാളി, ഒരു ഇടത്തരം തക്കാളി 2 എണ്ണം 8 പീസ് വീതമാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഈ ചിക്കൻ വേവിക്കുന്ന നേരത്തോ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടോ നമുക്ക് ചോറും അരി വേവിച്ച് വെക്കാം. ബിരിയാണിയുടെ ഇതിന് ജീരകശാല അരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.